ശരി, ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും കഴിഞ്ഞ ദിവസം വിദേശമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കും എന്നുള്ള കാര്യം. വലിയ പ്രതിസന്ധിയൊന്നും അതിനെപ്പറ്റിയുള്ള ആശങ്ക വേണ്ട എന്ന്. പിന്നെ ഇന്ത്യയുടെ ഇടപെടലിനെ കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യയിലെ ആദ്യ UAE സ്ഥാനപതി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് വിളിച്ചാൽ യുദ്ധം തീരുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ? അത് ഓവർ ഓപ്റ്റിമിസ്റ്റിക് ഒരു കണക്ക് കൂട്ടലാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയുമായും ഇസ്രയേലുമായും ഇറാനുമായും സംസാരിക്കാൻ ഇപ്പോൾ നിലവിൽ കഴിയുന്ന ശക്തി ഇന്ത്യ മാത്രമാണ്. മറ്റൊരു ശക്തിക്കും ഈ 3 രാജ്യങ്ങളുടെ നേതൃത്വവുമായി സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നത് ഒരുതരം വിഷ്വൽ തിങ്കിങ് ആണ്. അങ്ങനെയല്ല കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹുവുമായി നരേന്ദ്രമോദിക്കൊരു വ്യക്തിപരമായ സവിശേഷ ബന്ധമുണ്ട്. ഇന്ത്യ ഇസ്രയേൽ ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, ഡിഫൻസുമായി ബന്ധപ്പെട്ട്, സുരക്ഷയുമായി ബന്ധപ്പെട്ട്, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് 2 രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾ കൺവേർജ് ചെയ്യുന്നു. ഈ 2 രാജ്യങ്ങളും അനുഭവിക്കുന്ന മേജർ സെക്യൂരിറ്റി ത്രെട്ട് ഏതാണ്ട് സമാനമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇൻ്റലിജൻസ് ഷെയറിംഗ് ഉൾപ്പെടെ 2 കാര്യങ്ങൾ. ഇവിടെ ഇസ്രയേലിന് ഒരു പ്രതിസന്ധി വരുന്നു ഇറാനിൽ നിന്നും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്ക് ഇസ്രായേലിൻ്റെ കൺസേൺ തള്ളിക്കളയാനാവില്ല. അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാർജർ ജിയോ പൊളിറ്റിക്കൽ, ജിയോ സ്ട്രാറ്റജിക് ഡൈനമിക്സ് ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യ ആൻഡ് വെസ്റ്റ് ഏഷ്യ, ആ റീജിയനിൽ സമഗ്രമായി ഉണ്ട് എന്ന് ഇസ്രായേലിന് തോന്നുമ്പോൾ ആ സെക്യൂരിറ്റി പെർസെപ്ഷനിൽ മാറ്റം വരികയാണ്. അതാണ് ഒരു സാധ്യത. 2, അമേരിക്കയുമായി തീർച്ചയായും അമേരിക്കയ്ക്ക് മനസ്സിലാകുന്ന ഭാഷ ബിസിനസ്സിൻ്റെ ഭാഷയാണ്. ഇപ്പോൾ നോക്കൂ, ട്രംപിനൊരു മനംമാറ്റം ഉണ്ടായി എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ ഓഹരി വിപണികൾ തകർച്ചയുടെ വക്കിലാണ്, അല്ലെങ്കിൽ തകർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ വലിയ തോതിൽ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ദീർഘമായ 1-2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് താല്പര്യമുണ്ടാവില്ല. അമേരിക്കയുടെ പൊതുജന താല്പര്യം അതിനനുകൂലമാവില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ മനസ്സും ആടി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു എക്സിറ്റ് റൂട്ട് തേടുന്നുണ്ടെങ്കിൽ ഇറാൻ അത് ബാധകമല്ല കേട്ടോ. ഇറാനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഇത് കിട്ടിയ ഒരു അവസരമാണ്. ഇറാൻ അല്ല ആക്രമിച്ചതെന്ന് ഓർക്കണം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുകയായിരുന്നു. തങ്ങൾക്ക് പരമാവധി റെസിലിയൻസ് ഉണ്ട്. ഇനിയും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ലോകത്തെ ധരിപ്പിക്കാൻ ഇറാന് കിട്ടുന്ന ഒന്നാന്തരം അവസരമാണിത്. അതുകൊണ്ട് യുദ്ധം നീണ്ടുപോയാലും ശരി, ഏതായാലും തങ്ങളുടെ ഉന്നത നേതൃത്വം കാലയവനിക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. ഒരു സബ്സിക്വൻറ്റ് ലീഡർഷിപ്പിനെ പ്രതിഷ്ഠിക്കാൻ ഇറാന് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് പെട്ടെന്ന് ഇറാനെ തവിടുപൊടിയാക്കാനാവില്ല എന്ന് തീർച്ചയായും ഇറാന് ഡിസ്പ്ലേ ചെയ്യാൻ കഴിഞ്ഞു. ഏറിയൽ സൂപ്പർമസി അമേരിക്കയ്ക്കുണ്ട്, സമ്മതിക്കുന്നു. ഇറാൻ്റെ ഡിഫൻസ് സിസ്റ്റം, ഏറിയൽ ഡിഫൻസ് വളരെ ദുർബലമാണ്. ഇതെല്ലാം ലോകത്തിന് ആ വൾണറബിലിറ്റി അറിയാം. പക്ഷേ ഇറാൻ്റെ ഇൻറ്റേർണൽ റെസിലിയൻസ് അത് ലോകത്തിന് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇറാനും കാര്യമായി ഒന്നും തെളിയിക്കാനില്ല. ആ സമയത്താണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇറാൻ്റെ നേതൃത്വവുമായി അറ്റ്ലീസ്റ്റ് വിദേശകാര്യമന്ത്രി തലത്തിലെങ്കിലും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർക്ക് പിക്ക് അപ്പ് ദ ഫോൺ ആൻഡ് കോൾ അബ്ബാസ് അറാക്ചി, അവർ തമ്മിൽ ഒരു ഹോട്ട്ലൈൻ ബന്ധമുണ്ട്. അത് കഴിഞ്ഞ ആഴ്ചയും സംസാരിച്ചിരുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് ഇനി അടുത്തൊരാഴ്ച യുദ്ധം ഒരു മെല്ലെ പോവുകയാണെങ്കിൽ, കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇന്നത്തെ ചർച്ചയുടെ ഒരു തുടർച്ചയുണ്ടാകും. ഇന്ന് 2 ചർച്ചകൾ നടന്നു. ഇന്നത്തെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് കോൾഡ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആൻഡ് ടോക്ക്. എന്താണ് ഇതിവൃത്തമെന്നറിയില്ല, പക്ഷേ റഷ്യ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോഗ് ഇൻ ദ സ്കീം ഓഫ് തിങ്സ്. എന്തുകൊണ്ടാണ്? റഷ്യയുടെ കൂടെ പിന്തുണ ഇറാന് ലഭിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് ഇത് പിടിച്ചു കെട്ടാൻ കഴിയും എന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഇന്ന് വളരെ നിർണായകം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കാരണം ഈ ആക്രമണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇറാൻ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു എന്നാണ്. അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. തീർച്ചയായും ഇറാൻ അങ്ങനെ കൂടുതൽ ആക്രമിക്കുന്നു എന്ന ഒരു കാര്യം. അത് മാത്രമല്ല, മറ്റൊരു ഫോൺ കോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തുർക്കിഷ് നേതാവ് എർദോഗാൻ ഇറാൻ്റെ നേതൃത്വവുമായി സംസാരിച്ചിരിക്കുന്നു. പുതിയ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും അംഗീകരിച്ചതിന് സമമാണ് സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? നെയ്റ്റോ അംഗരാജ്യമാണ് ടർക്കി എന്നോർക്കണം. അമേരിക്കൻ ചേരിയുടെ ഭാഗമാണ്, നെയ്റ്റോയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. തുർക്കിക്കെതിരെ തങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇറാൻ ആണയിട്ട് പറയുന്നു. ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് തുർക്കി അവകാശപ്പെടുന്നത്. കിഴക്കൻ തുർക്കിയിൽ ഇറാനിയൻ മിസൈലുകൾ പതിച്ചു എന്ന് പറയുമ്പോൾ, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തുർക്കിയെ കൂടെ ചേർത്ത് പിടിക്കാൻ, അതായത് വളരെ പ്രധാനപ്പെട്ട 3 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യ, ടർക്കി,
ആൻഡ് ഓൾസോ ഈജിപ്റ്റ് സഡൻ എക്സ്റ്റെൻറ്റ് ഈജിപ്റ്റ് കാര്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ സൗദി അറേബ്യയ്ക്ക് ഇതധികം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമുണ്ടാവില്ല. സൗദി നേതൃത്വവുമായി മുഹമ്മദ് ബിൻ സൽമാനുമായും നേരിട്ട് സംസാരിക്കാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ വിശാലമായ ഒരർത്ഥത്തിൽ നിരന്തരമായ ചർച്ചകൾ, കൂടിയാലോചനകൾ, അതിന് ഏതെങ്കിലും രാജ്യത്തിന് ചെറിയ വിശ്വാസ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കാണ്. പക്ഷേ ഇന്ത്യ ഒരു സുവർണ്ണ അവസരം കളഞ്ഞു കുളിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം ശരി, ശ്രീ മോഹൻപിള്ള, അങ്ങനെയുണ്ട് ഇന്ത്യയുടെ ഇടപെടൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.